ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ സ്ഥിരതയുള്ള ഭരണസമിതിയായിരിക്കും ഇരിങ്ങാലക്കുട നഗരസഭയിൽ അധികാരത്തിലെത്തുകയെന്ന് നിലവിലെ ബി.ജെ.പി കൗൺസിലർ ടി.കെ. ഷാജു പറഞ്ഞു. നഗരസഭയിലെ 7-ാം വാർഡിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ടി.കെ. ഷാജു. ബി.ജെ.പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്, സൂരജ് നമ്പ്യങ്കാവും ടി.കെ. ഷാജുവിനൊപ്പം ഉണ്ടായിരുന്നു. ചെയർമാൻ സ്ഥാനങ്ങൾ പങ്കുവെക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞിരുന്നത്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു സ്ഥിരതയുള്ള ഒരു ഭരണ സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലൂടെ വരും. അതൊരു തദ്ദേശ സ്വയംഭരണം മാത്രമല്ല, നിയമസഭ മാത്രമല്ല, എം.പിയും ഈ കേരളത്തിലടക്കം ഭരണം പിടിക്കുമെന്ന രാജീവ് ചന്ദ്രശേഖർജിയുടെ വികസിത കേരളം എന്ന സ്വപ്നത്തെ പോലെ തന്നെ വികസിത ഇരിഞ്ഞാലക്കുട എന്ന സ്വപ്നത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബി.ജെ.പി കാണുന്നത്. ഇവിടെ ഒരു വികസിത ഇരിഞ്ഞാലക്കുട എന്ന സങ്കല്പം ഇവിടെ വരും. എല്ലാവിധ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ വലിയ പ്രൊജക്റ്റുകൾ ഇവിടെ നടപ്പിലാക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എൻ്റെ വാർഡിനടുത്ത് പറയുമ്പോൾ മാടായിക്കോണം സ്കൂള്, മാടായിക്കോണം വാർഡ്, നമ്മുടെ സ്ഥാനാർത്ഥികൾ നമുക്കറിയാം. നമ്മളിവിടെ കരുവന്നൂർ മേഖലയിൽ പഴയ പുറത്തുശ്ശേരി മേഖലയെടുത്ത് പരിശോധിക്കുമ്പോൾ അറിയാം, കളവ് കൂട്ടുനിന്നവരും കളവ് പുറത്തു കൊണ്ടുവന്നവരും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റാണ് മാടായിക്കോണം വാർഡിൽ. അവിടെ UDF സംബന്ധിച്ച് പ്രസക്തിയൊന്നുമില്ല. അവിടെ മത്സരം ഡയറക്റ്റ് ഫൈറ്റാണ്. കള്ളനും ഈ കളവ് കണ്ടുപിടിച്ച പോലീസും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റാണ് ഈ മാടായിക്കോണം 7-ാം വാർഡിൽ നടക്കുന്നത്. ഇതിൽ ഞങ്ങൾ 100% വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും കൂടെ ആ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ, പ്രത്യേകിച്ചും അമ്പലവിശ്വാസികളടക്കമുള്ള ആളുകൾ